ബംഗ്ലാദേശ് ഭീകരരാഷ്ട്രമാക്കി തീരുമാനിക്കുകയാണ് അമേരിക്ക. അതാണിപ്പോൾ ബംഗ്ലാദേശിൻ്റെ പേടി. മുഹമ്മദ് യൂനിസ് പതിവില്ലാതെ നിലവിളിച്ച് നെഞ്ചത്തടിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിന് കാരണം ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ കാരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ദൃഷ്ടിയിൽ ഹിന്ദുക്കളുടെ രാജ്യമാണല്ലോ, ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്, ഹിന്ദുത്വ സർക്കാർ ഭരിക്കുന്നു. അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു കറകളഞ്ഞ, ഈ മറ്റവരുടെ ഭാഷ പറഞ്ഞ അന്തം എന്ന് പറയാവുന്ന ഒരു ഹിന്ദു വന്നിട്ടുണ്ട്. പേര് തുളസി ഗബ്ബാർഡ്. അമേരിക്കയുടെ എല്ലാ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും തലപ്പത്തിരിക്കുന്ന വനിത. അമേരിക്കക്കാരിയാണ്, പക്ഷേ അമേരിക്കക്കാരിയാണെങ്കിലും അവർ കറ കളഞ്ഞ ഹിന്ദുവാണ്. പരസ്യമായി താൻ ഹിന്ദുവാണ്, ഹിന്ദുമത വിശ്വാസിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഹിന്ദുവായി ജീവിക്കുന്ന, ഹിന്ദുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, ലോകത്തെ ഹിന്ദുക്കളുടെ ഏക കേന്ദ്രമായ ഇന്ത്യയോട് വലിയ റെസ്പെക്റ്റുള്ള തുളസി ഗബ്ബാർഡ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. റൈസീന ഡയലോഗ്സ് എന്ന് പറയുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ തുളസി വന്നിരിക്കുകയാണ്. എന്നിട്ട് തുളസി ഗബ്ബാർഡ് ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ബംഗ്ലാദേശിലെ താൽക്കാലിക സർക്കാർ ഇസ്ലാമിക് ഖലീഫേറ്റ് എന്ന ആശയത്തിൻ്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണം കൊണ്ടുവന്ന് ഒരു ഖലീഫയുടെ കീഴിലാക്കണം എന്നു പറയുന്ന അതിതീവ്ര ചിന്താഗതിയുടെ ഭാഗമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ യൂനുസ് സർക്കാർ എന്ന് തുളസി ഗബ്ബാർഡ് പറഞ്ഞ അമേരിക്ക പറഞ്ഞു എന്നാണ്. കാരണം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന വനിത പറയുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണിത്. ട്രംപിൻ്റെ എല്ലാ ദിവസവും ട്രംപിനോട് വന്ന് രാവിലെയും വൈകുന്നേരവും ലോകത്തെമ്പാടും നടക്കുന്ന, അമേരിക്കയിലെമ്പാടും നടക്കുന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്ന ആളാണ് തുളസി ഗബ്ബാർഡ്. തുളസി ഗബ്ബാർഡ് അത് പറയുന്നത് ട്രംപിൻ്റെ അമേരിക്കയുടെ അഭിപ്രായമാണ്. എന്താണ് അഭിപ്രായം? ലോകത്തിലെ ഏറ്റവും വലിയ മതഭീകരതയുടെ ആശയമാണ് യൂനിസിൻ്റെ സർക്കാർ എന്ന് പറഞ്ഞാൽ അമേരിക്ക എതിർക്കുന്നതിനെയാണ്. മതഭീകരതയെ, ഇസ്ലാമിക ഭീകരതയെ, ലോകത്തെ മുഴുവൻ ഇസ്ലാം വൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക് ടെററിസത്തെ എതിർക്കുകയാണ് ആര്? അമേരിക്ക. അതിനെ തുടച്ചു നീക്കുമെന്ന് അമേരിക്ക പറയുകയാണ്. അപ്പോൾ അത്തരം ഒരു സർക്കാരാണ് യൂനിസിൻ്റെ സർക്കാർ എന്ന് തുളസി ഗബ്ബാർഡ് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡയറക്റ്റ് മീനിങ് ബംഗ്ലാദേശിനിട്ടുള്ള അമേരിക്കയുടെ പണി വരുന്നുണ്ട്. ഇതൊരു ടെറർ സർക്കാരാണെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഇത് കേട്ടിട്ടാണ് മുഹമ്മദ് യൂനുസ് പേടിച്ചരണ്ട് പതിവില്ലാതെ, സാധാരണ ഒരു പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെയൊക്കെ പ്രസ്താവനകൾ എക്സിലൊക്കെ 2-3 വരി വരും. ഞാൻ നോക്കുമ്പോൾ 6 പാരഗ്രാഫുകളാണ് നീട്ടിപ്പിടിച്ചെഴുതിയിരിക്കുന്നത്. എത്രമാത്രം ഈ വയസ്സൻ, ഇപ്പോൾ 90 വയസ്സൊക്കെ കഴിഞ്ഞു, അയാൾ പാവയാണല്ലോ. ഈ ഇസ്ലാമിക ടെറർ ഔട്ട്ഫിറ്റുകളുടെ പാവയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റ് ജിഹാദികളുടെയും പാവയായിട്ടിരിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അവർ പറയുന്നത് തൊപ്പിടാനിരിക്കുന്ന ഒരു പരട്ട് കിളവൻ. അങ്ങനെ, കാരണം നമ്മുടെ രാജ്യത്തെ ആളുകളെ ഉപദ്രവിക്കുകയും നമ്മുടെ ഇന്ത്യക്കെതിരെ നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അതിഭീകരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാവട്ടെ, പ്രസിഡന്റ് ആവട്ടെ, അവരെ പോലും നമുക്ക് മാനിക്കേണ്ട കാര്യമില്ല. ഇയാൾ പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റുമല്ല, അവിടുത്തെ ഭരണഘടന പ്രകാരം ഒരു പദവിയില്ലേ, ചീഫ് അഡ്വൈസർ. അങ്ങനെ ഒരു പോസ്റ്റ് ബംഗ്ലാദേശിൻ്റെ ഭരണഘടനയിൽ ഇല്ല. ചീഫ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാവാണ്. ആരുടെ ഉപദേഷ്ടാവ്? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ പ്രസിഡന്റിനെയോ അവിടുത്തെ പ്രധാനമന്ത്രിയോ? അല്ല, അങ്ങനെ ഒരു പദവിയേ ഇല്ല. അവിടുത്തെ ഭരണഘടനയ്ക്ക് അതീതമായി ഒരു രാജ്യത്തെ കസേര കയറിയിരിക്കുന്ന ഒരുവനെ കിഴട്ട് കിഴവൻ എന്നല്ലാതെ നമ്മൾ എന്താ വിളിക്കുക? അയാളുടെ ഭരണകാലത്ത്, അയാൾ കൈയാളിയിരിക്കുന്ന ഭരണകാലത്ത് നൂറുകണക്കിന് ഹിന്ദുക്കളാണ് കൊല്ലപ്പെട്ടത്. 100 കണക്കിന് ഹിന്ദുക്കളുടെ വീടുകൾ ചുട്ടരിക്കപ്പെട്ടു, 100 കണക്കിന് ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, 100 കണക്കിന് നമ്മുടെ സഹോദരിമാരെ അതിനീചമായി ബലാത്സംഗം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ആളെ ഒന്നും നമുക്ക് ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ പരട്ട് കിളവണെന്നോ ഒക്കെ ഇനിയും പറയും. അതിലൊക്കെ ആർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുന്നെങ്കിൽ അങ്ങ് സഹിച്ചാൽ മതി. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരുടെ വികാരമാണ്, ഇന്ത്യക്കാരുടെ ആശയമാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി ഒരു ഹാർഡ് കോർ പ്രാക്ടീസിങ് ഹിന്ദുവും കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ വികാരം ഇങ്ങനെയൊക്കെയാണ്. അതിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തിരി അസ്ഥിതി ഉണ്ടെങ്കിൽ അവരങ്ങ് സഹിക്കട്ടെ. ക്ഷമിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, സൗകര്യമില്ല ക്ഷമ പറയാനൊന്നും. ഇത് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവനെയൊക്കെ വിളിക്കേണ്ടത് അങ്ങനെയൊക്കെ തന്നെയാണ്. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. ഏതായാലും തുളസി ഗബ്ബാർഡ് പറഞ്ഞത് ഇപ്പോൾ അവിടെ നടക്കുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായ സ്ഥിതിയാണ് ബംഗ്ലാദേശിൽ. അവിടെ മതപീഡനം, പെർസിക്യൂഷൻ നടക്കുന്നു. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും
അതിഭീകരമായി പീഡിപ്പിക്കുന്നു, കൊല്ലുന്നു, അവരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്നു. ഓർക്കുന്നില്ലേ നമ്മുടെ ഒരു സന്യാസിയെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ്. അതായത് അവർക്ക് ജാമ്യം പോലും കിട്ടുന്നില്ല. മതനിന്ദ നടത്തി. എന്താണ് ഹിന്ദുക്കളുടെ ഈ സമ്മേളനത്തിൽ കാവിക്കൊടി, ഹിന്ദുക്കളുടെ നിറമാണ് കാവിക്കൊടി. സന്യാസം ഹരേകൃഷ്ണ ഹരേരാമയുടെ ഒരു അങ്ങനെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആളാണ് ആ സന്യാസി. ആ കാവിക്കൊടി ഉയർത്തി എന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ജാമ്യം കിട്ടാതെ ഇപ്പോഴും ജയിലിൽ കഴിയാണ്. മതപീഡനം നടത്തുന്നു, ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്നു, നൂറുകണക്കിന് ആളുകളെ കൊല്ലുന്നു, ഇസ്ലാമിക ഭീകരന്മാരുടെ തേർവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. ഇതെല്ലാം ഈ ഐഡിയോളജിയും ഈ ഒബ്ജക്റ്റീവ്സും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിക് ഖലീഫേറ്റ് ഉണ്ടാക്കാനുള്ള ആലോചനയിലാണ് എന്നാണ് തുളസി ഗബ്ബാർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക് ഖലീഫേറ്റ് ആയിട്ട് മാറും. ഇപ്പം ലോകത്തൊരിടത്തും ഇസ്ലാമിക് ഖലീഫേറ്റ് ഇല്ല. ഇസ്ലാമിക് ഖലീഫേറ്റ് ഉണ്ടാക്കണമെന്ന് പറയുന്ന ആരാണെന്നറിയോ? IS തീവ്രവാദികളാണ്. IS തീവ്രവാദികളാണ് അമേരിക്കയുടെ 1-ാം നമ്പർ ശത്രു. അമേരിക്ക ഓടിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നത്, തകർക്കുന്നത് IS-കാരെയാണ്. IS-ന്റെ ആശയങ്ങളാണ് ബംഗ്ലാദേശ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് തുളസി ഗബ്ബാർഡ് പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് പേടിക്കാതിരിക്കുക. അപ്പോൾ IS-ന്റെ ആശയങ്ങളാണ്, ഇസ്ലാമിക് ഖലീഫേറ്റ് ഉണ്ടാക്കണമെന്നുള്ള ആശയമാണ് ബംഗ്ലാദേശ് മുന്നോട്ട് വെക്കുന്നതെന്ന് തുളസി ഗബ്ബാർഡ് പറഞ്ഞത് അമേരിക്കയുടെ ഔദ്യോഗിക നിലപാട് തന്നെയായിരിക്കണം. അത് ഒഫീഷ്യലി ട്രംപ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ദിവസം വന്നാൽ അന്ന് കഴിയും യൂനിസ് സർക്കാർ, അന്ന് തീരും ബംഗ്ലാദേശിലെ ഈ ഭരണം, അന്ന് തീരും ബംഗ്ലാദേശിലെ തീവ്രവാദം. കാരണം ഉറപ്പായിട്ടും ബംഗ്ലാദേശിനെതിരെ അമേരിക്കയുടെ ഒരു നീക്കം ഉണ്ടായാൽ അതിൻ്റെ കൂടെ ഉറപ്പായിട്ടും ഇന്ത്യ ഉണ്ടാവും. ഇറാനെതിരെ അമേരിക്കയുടെ ഒരു നീക്കം ഉണ്ടായാൽ അതിനെതിരെ ഉറപ്പായും ഇസ്രയേൽ ഉണ്ടാകുമെന്ന് പറയുന്ന പോലെ ബംഗ്ലാദേശിൽ നിലവിലുള്ള മതഭീകര വർഗീയ വെറിയ കൊണ്ട ഭരണകൂടത്തിനെതിരെ അതൊരു ഭീകര സർക്കാരാണ് എന്ന് അമേരിക്ക പ്രഖ്യാപിച്ച് അവിടേക്കൊരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ കൂടെ ഉറപ്പായും ഇന്ത്യ ഉണ്ടാവും. കാരണം ഇന്ത്യക്ക് അമേരിക്കയെ സഹായിക്കേണ്ടി വരും. കാരണം പലതരത്തിൽ ഇന്ത്യ സൈനികമായി സഹായിക്കാം, ഇന്ത്യക്ക് ഫ്യൂവൽ കൊടുക്കേണ്ടി വരും, ഇന്ത്യക്ക് നമ്മുടെ എയർ ബേസുകൾ ഉപയോഗിക്കാൻ കൊടുക്കേണ്ടി വരും, അങ്ങനെ പലതരത്തിൽ സഹായിക്കേണ്ടി വരും. ഏതായാലും ഇത് വളരെ കൃത്യമായി മുഹമ്മദ് യൂനിസിന് മനസ്സിലായിട്ടുണ്ട്. മുഹമ്മദ് യൂനിസ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ വല്ലാത്ത ആശങ്ക ഉണ്ടാവുമെന്ന് എനിക്ക് തുളസി ഗബ്ബാർഡ് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് വലിയ നിരാശ തോന്നുന്നു, ഞാനിതിനെ അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കാരണവർ നിലവിളി തുടങ്ങുന്നത്. ഈ പറഞ്ഞതിലൊന്നും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഇമേജ് ആകെ തകർന്നു പോയിരിക്കുന്നു. എന്തിനാണ് തുളസി ഗബ്ബാർഡ് ഇങ്ങനെ പറഞ്ഞു? ഞങ്ങളുടെ ഇമേജ് തകർന്നിരിക്കുന്നു, ഞങ്ങൾ ഇസ്ലാമിക പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇസ്ലാമിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ശാന്തിയുടേതാണ്, ശാന്തികൃഷ്ണയുടെ അല്ല, ശാന്തിയുടേതാണ്. കാരണം നമുക്കറിയാമല്ലോ ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ശാന്തിയാണ്, സമാധാനമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ശരിയാണല്ലോ, അവിടെ രാവിലെ അവരെ നീറ്റിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഇതേപോലെ വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റണം എന്നൊക്കെ പറഞ്ഞൊരു പോപ്പുലർ ഫണ്ട് ഇത് തന്നെയാണല്ലോ പറയുന്നത്. എല്ലാവരുടെയും സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എല്ലാവരുടെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെ ബംഗ്ലാദേശിലെ മുസ്ലിമുകൾ രാവിലെ എണീക്കും, എന്നിട്ട് അപ്പുറത്തെ ഹിന്ദു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ, ഇല്ലെങ്കിൽ ഞാൻ പുട്ടും കടലയും കൊണ്ട് കൊടുക്കാമെന്ന് പറയും. രാവിലെ അമ്പലം ഒന്നും തുറന്നില്ലല്ലോ, എന്താ തുറക്കാത്തത്? രാവിലെ അവിടെ ചെല്ലുന്നത്, പൂജാരി വരൂ, അമ്പലം എന്താ തുറക്കാത്തത്? സമയമായില്ലേ, വൈകിപ്പോയില്ലേ, വരൂ അങ്ങേ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അമ്പലത്തിൽ കൊണ്ടുപോകും. അമ്പലം തുറക്കും, അവിടെ വിളക്ക് കത്തിക്കാൻ സഹായിക്കും. ഇങ്ങനെയൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുകയാണ്. അവിടെ ചെയ്യുന്നത് എന്താണ്? ഒരമ്പലത്തിന് മുന്നിലിരുന്ന് കുറുവടിയായിട്ട് 4-5 പേര്, കുറുവടിയും വാളുമായിട്ട് 4-5 മുസ്ലിം ഭീകരർ ഇരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു അമ്പലത്തിന് കാവലിരിക്കുന്ന മുസ്ലിമുകൾ എന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ടു. എന്നിട്ട് ഈ ഫോട്ടോ ഇടുന്നവന്മാർ തന്നെ അമ്പലം കത്തിച്ചു. അവിടെ ഒരു ഇടതുപക്ഷക്കാരനുണ്ടായിരുന്നു. അവൻ വലിയ ഇടതുപക്ഷ നേതാവായിരുന്നു, മാധ്യമ പ്രവർത്തകരുടെ നേതാവായിരുന്നു, ഹിന്ദുക്കൾക്കെതിരായിരുന്നു. അവനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. എന്നറിയോ? അവൻ്റെ പേര് ഹിന്ദു പേരായിരുന്നു. അപ്പോൾ ഇടതുപക്ഷക്കാരനായാലും നീ കമ്മ്യൂണിസ്റ്റ് ആയാലും നിന്റെ പേര് ഹിന്ദു ആണെങ്കിൽ നിന്റെ കൊല്ലും. കേരളത്തിലെ സഖാക്കൾ ഓർമ്മിക്കേണ്ടതാണ്, കേരളത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വന്നാൽ നീ ഏത് സഖാവാണെന്ന് പറഞ്ഞാലും, നിന്റെ പേര് MV ഗോവിന്ദൻ എന്ന് പറഞ്ഞാലും, നിന്റെ പേര് M സ്വരാജ് എന്ന് പറഞ്ഞാലും, ആത്യന്തികമായി നീ ഹിന്ദുവാണ്, അതുകൊണ്ട് നീ കൊല്ലപ്പെടേണ്ടതാണ് എന്ന് പറയുന്നവരാണ് IS-നെ പോലെയുള്ള തീവ്രവാദ ചിന്താഗതികളുള്ളവർ. അപ്പോൾ അവരാണ്. എന്നിട്ടാണ് ഈ മുഹമ്മദ് യൂനിസ് പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിക പാരമ്പര്യമുണ്ട്, അത് വലിയ സമാധാനമാണ്, ശാന്തിയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു പറയും. ഞങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ മതപീഡനം നടക്കുന്നു, പെർസിക്യൂഷൻ നടക്കുന്നു, ന്യൂനപക്ഷത്തിൽപ്പെട്ട ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളുടെ വീട് കത്തിക്കുന്നു, കൊല്ലുന്നു, കൊള്ളയടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, പള്ളികൾ കത്തിക്കുന്നു, അമ്പലം പൊളിക്കുന്നു, അമ്പലം കത്തിക്കുന്നു, വിഗ്രഹങ്ങൾ തകർക്കുന്നു. ഇതിനൊന്നും ഒരു തെളിവുമില്ല.
ഒരു തെളിവുമില്ലാതെ തുളസി ഗബ്ബാർഡ് ഇങ്ങനെ പറഞ്ഞത് വലിയ കഷ്ടമാണ്. ഞങ്ങൾ US പോലെ ഞങ്ങളുടെയും ലക്ഷ്യം ടെററിസത്തിനെതിരെ പോരാടുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് യൂനസിൻ്റെ ഈ നെടുങ്കൻ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമാണ്, വല്ലാതെ പേടിച്ചിരിക്കുന്നു. തുളസി ഗബ്ബാർഡ് വന്ന് ഇന്ത്യൻ മണ്ണിൽ നിന്ന്, അതായത് അമേരിക്കയിൽ വെച്ചല്ല പറഞ്ഞത്, തുളസി ഗബ്ബാർഡ് അമേരിക്കയിൽ ജനിച്ച അമേരിക്കക്കാരിയായ ഹിന്ദുവായ തുളസി ഗബ്ബാർഡ് ഇന്ത്യയിൽ വന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ, ഹിന്ദു കൊലകൾക്കെതിരെ, ഹിന്ദു ക്ഷേത്ര ഹത്യകൾക്കെതിരെ, ഹിന്ദു ക്ഷേത്ര ദംസനങ്ങൾക്കെതിരെ, ഹിന്ദു വനിതകളെ പീഡിപ്പിക്കുന്നതിനെതിരെ ശബ്ദമുയർത്തിയിട്ട് അവിടെ ഒരു ഇസ്ലാമിക് ടെറർ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. ISന്റെ സ്വാധീനമുള്ള സർക്കാരായി ബംഗ്ലാദേശ് സർക്കാർ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം ഇപ്പോൾ മുഹമ്മദ് യൂനിസിന് വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ കടൽക്കിഴവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. അയാൾക്ക് വെടിയുണ്ടയാണോ ജയിലാണോ അയാളെ കാത്തിരിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.